ഹായ് ഓൾ, എല്ലാവർക്കും സിവിൽ ടെക്കിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോയിൽ മെക്കാനിക്സിലെ ഇമ്പോർട്ടന്റ് ആയ 9 പാരാമീറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 3 phase ഡയഗ്രാം, വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, എയർ കണ്ടന്റ്, പെർസെന്റേജ് എയർ വോയിഡ്സ്, വാട്ടർ കണ്ടന്റ്, യൂണിറ്റ് വെയിറ്റ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 3 phase ഡയഗ്രാം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം സോയിലില് സോളിഡ് പാർട്ടിക്കിൾസും ഉണ്ടാവും, വോയിഡ്സും ഉണ്ടാവും. വോയിഡ്സിൽ പാർഷ്യലി എയറും ഉണ്ടാവും, വാട്ടറും ഉണ്ടാവും. അപ്പൊ സോയിലിലെ ഈ 3 കമ്പോണൻസിനെ, അതായത് സോളിഡ് പാർട്ടിക്കിൾസിനെയും വാട്ടറിനെയും എയറിനെയും ഒരു റെക്ടാങ്കുലർ ബോക്സിൽ അതിന്റെ വോളിയം അനുസരിച്ച് ഫേസസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് 3 phase ഡയഗ്രാം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ 3 phase ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ആദ്യം സോളിഡ്സ് ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക, പിന്നെ വാട്ടർ, പിന്നെ എയർ. 3 phase ഡയഗ്രത്തിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ വെയിറ്റ് റെപ്രസെന്റ് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ വോളിയം റെപ്രസെന്റ് ചെയ്യും. സോ ഇവിടെ നമ്മൾ വെയിറ്റ് ഓഫ് സോളിഡ്സ്, വെയിറ്റ് ഓഫ് വാട്ടർ ആൻഡ് വെയിറ്റ് ഓഫ് എയർ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ഓഫ് എയർ നമുക്കറിയാം, അത് 0 ആണ്. സോ ടോട്ടൽ വെയിറ്റ് ഓഫ് സോയിൽ വിൽ ബി ഈക്വൽ ടു വെയിറ്റ് ഓഫ് സോളിഡ്സ് പ്ലസ് വെയിറ്റ് ഓഫ് വാട്ടർ. അതേപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വോളിയം ഓഫ് സോളിഡ്സ്, വോളിയം ഓഫ് വാട്ടറും വോളിയം ഓഫ് എയറും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് 0 ആണെങ്കിലും എയറിന്റെ വോളിയം 0 ആവില്ലല്ലോ. സോ ഈ വോയിഡ്സിലാണല്ലോ വാട്ടറും എയറും ഉണ്ടാവുക. അപ്പൊ ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആയിരിക്കും. ഇതിന്റെ സം ആയിരിക്കും ടോട്ടൽ വോളിയം ഓഫ് സോയിൽ എന്ന് പറയുന്നത്. ഇനി ഇത് എല്ലായ്പ്പോഴും 3 phase ഡയഗ്രാം ആവണമെന്നില്ല. നോർമലി നമ്മളൊരു സോയിൽ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഓവൻ ഡ്രൈഡും അല്ല കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡോ അല്ലാത്തൊരു സോയിൽ എടുത്തു കഴിഞ്ഞാൽ അത് 3 phase ഡയഗ്രാം ആയിരിക്കും. ഇനി നമ്മൾ ഈ സോയിലിനെ ഓവൻ ഡ്രൈ ചെയ്തു എന്ന് വെച്ചു, അപ്പം ഇതിൽ ഈ വാട്ടർ എല്ലാം ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പം അതിൽ വാട്ടർ ഉണ്ടാവില്ല. സോ അങ്ങനെ ഒരു കേസില് ഇത് 2 phase ഡയഗ്രാം ആയിട്ട് മാറും. അവിടെ സോളിഡ്സും എയറും മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ വെയിറ്റ് ഓഫ് വാട്ടർ ഉണ്ടാവില്ല. അപ്പൊ കംപ്ലീറ്റ്ലി ഓവൻ ഡ്രൈഡ് ആയിട്ടുള്ള സോയിലിന്റെ പ്രത്യേകത എന്തായിരിക്കും? അവിടുത്തെ വെയിറ്റ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോളിഡിന് ഈക്വൽ ആയിരിക്കും. അതേപോലെ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് എയറിനും ഈക്വൽ ആയിരിക്കും. ഇനി ഞാൻ ഈ ഓവൻ ഡ്രൈ ചെയ്ത സോയിലിനെ എടുത്തോണ്ട് വന്നിട്ട് അതിൽ കുറെ വെള്ളം ഒഴിച്ചു, അതിനെ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആക്കി. ആ ഒരു കേസിൽ ഇവിടെ എയർ ഉണ്ടാവില്ല. എല്ലാ വോയിഡ്സിൽ നിന്നും എയർ എസ്കേപ്പ് ചെയ്തിട്ട് അവിടെ ഞാൻ വാട്ടർ ഫിൽ ചെയ്തു. അതിനെയാണ് കംപ്ലീറ്റ് സാച്ചുറേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഉണ്ടാവുക വാട്ടർ ആണ്. ഇവിടെ വെയിറ്റ് ഓഫ് വാട്ടർ വരും. സോറി, ഇത് ഞാൻ നോക്കിയില്ല. ഇത് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലാണ്. ഈ കേസിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോൾ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടറിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ അപ്പോൾ അവിടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോളിഡ്സിനും വെയിറ്റ് ഓഫ് വാട്ടറിനും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് 3 phase ഡയഗ്രാം. 3 phase ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സോളിഡ്സും വാട്ടറും എയറും ഉണ്ട്. അത് ഓവൻ ഡ്രൈ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോൾ അത് 2 phase ഡയഗ്രാം ആയിട്ട് മാറും. ഇനി നമുക്ക് വോയിഡ് റേഷ്യോ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഞാൻ അതിനായിട്ട് ഒരു 3 phase ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ്. അതായത് ടോട്ടൽ എയറിന്റെയും വാട്ടറിന്റെയും വോളിയം അല്ലെങ്കിൽ വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ്. ഈ റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇ എന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് അല്ലേ. ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ വോളിയം ഓഫ് വോയിഡ്സ് ഈ വോളിയം ഓഫ് സോളിഡ്സിനെക്കാട്ടിലും കൂടുതലാകാൻ സാധ്യതയുണ്ട്. സോ that it is evident from that phase diagram that E can be greater than 1. എപ്പോഴും greater than 1 ആയിരിക്കും എന്നല്ല, it can be greater than 1.
അതുപോലെ തന്നെ ഈ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് സീറോ ആയ ഒരു കണ്ടീഷൻ ഇല്ല. അത് സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് റോക്ക് പോലെ ഒരു സിംഗിൾ സോളിഡ് ആണെന്നാണ്. സോയിൽ ഒരിക്കലും ഒരു സിംഗിൾ സോളിഡ് അല്ല. ഇറ്റ് ഈസ് അൺകൺസോളിഡേറ്റഡ് പാർട്ടിക്കിൾ ലൈക്ക് റൈറ്റ്. അപ്പൊ അതിന് എന്തായാലും വോയിഡ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. Void ratio will be always greater than 0 and it can be greater than 1 also. അപ്പോൾ അടുത്ത ടേം ആണ് porosity. Porosity എന്ന് പറയുന്നത് it is the ratio of volume of voids to total volume. Volume of voids by total volume വിളിക്കുന്ന പേരാണ് porosity. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഒരിക്കലും വോളിയം ഓഫ് വോയിഡ്സിനെ എക്സീഡ് ചെയ്യില്ല. അതുകൊണ്ട് പോറോസിറ്റി ഒരിക്കലും 1-നേക്കാളും കൂടുതലാവില്ല. പോറോസിറ്റി വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1. അതുപോലെ തന്നെ വോളിയം ഓഫ് വോയിഡ്സ് ഒരിക്കലും സീറോയും ആവില്ല. അതുകൊണ്ട് ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. സോ 0 ലെസ് ദാൻ n ലെസ് ദാൻ 1 ഇതായിരിക്കും എപ്പോഴും ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പോറോസിറ്റിയും വോയിഡ് റേഷ്യോയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം പോറോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം അല്ലെ. ഈ വോളിയം ഓഫ് വോയിഡ്സിനെ ഞാൻ ടോട്ടൽ വോളിയത്തിനെ ഞാൻ വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് സോളിഡ്സ് ഇടുവാണ്. ഇനി ഞാൻ ഈ എൻറ്റയർ ഇക്വേഷനെ വോളിയം ഓഫ് സോളിഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് by volume of solids by volume of solids plus volume of solids by volume of solids. അപ്പോൾ ഈ ടേമിനെ നമുക്ക് വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ ടേമിനെ നമുക്ക് ഇ എന്ന് എഴുതാം, വോയിഡ് റേഷ്യോ. സോ ഇറ്റ് ഈസ് ഇ ഡിവൈഡഡ് ബൈ ഇ പ്ലസ് 1 ഓവർ ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. N is equal to E divided by 1 plus E. ഇതാണ് പോറോസിറ്റി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞ ടേമാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് ഇൻറ്റു 100 ആണ്. സോ ടോട്ടൽ വോയിഡ്സിൽ എത്ര വോളിയം എന്ന് പറയുന്നത് വാട്ടർ ഫിൽഡ് ആണ്. ആ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഇനി അടുത്ത ഒരു ടേം പറഞ്ഞതാണ് എയർ കണ്ടന്റ് എന്ന് പറയുന്നത്. എയർ കണ്ടന്റ് AC എന്ന് പറയുന്നത് വോളിയം ഓഫ് എയർ divided by volume of voids into 100-നെയാണ് നമ്മൾ എയർ കണ്ടന്റ് എന്ന് വിളിക്കുക. ഇനി മൂന്നാമത്തെ ഒരു പാരാമീറ്റർ കൂടെ ഞാൻ ഈ സ്ട്രെച്ചിൽ പറയുവാണ്. അതാണ് പെർസെന്റേജ് എയർ വോയിഡ്സ് എന്ന് പറയുന്നത്. പെർസെന്റേജ് എയർ വോയിഡ്സ്. NA എന്നാണ് പെർസെന്റേജ് എയർ വോയിഡ്സിനെ റെപ്രസെന്റ് ചെയ്യുക. പെർസെന്റേജ് എയർ വോയിഡ്സ് NA എന്ന് പറയുന്നത് വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100-നെയാണ് പെർസെന്റേജ് എയർ വോയിഡ്സ് എന്ന് പറയുക. സോ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, എയർ കണ്ടന്റ് ആൻഡ് പെർസെന്റേജ് എയർ വോയിഡ്സ്. ഇനി ഇവിടെയും ഒരു ചെറിയ റിലേഷൻ ഉണ്ട്. ഈ എയർ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പെർസെന്റേജ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തില്ല. 100-നെ വിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ പെർസെന്റേജ് എയർ കണ്ടന്റ് എന്ന് പറയുന്നത് VA/V ആണല്ലോ. എയർ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താ? VA/VV. അതേപോലെ നമുക്കറിയാം പോറോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? VV ബൈ ടോട്ടൽ വോളിയം. അപ്പൊ നമ്മൾ പോറോസിറ്റിനെയും എയർ കണ്ടന്റിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ N ഇൻറ്റു AC എന്ന് പറയുന്നത് N ഇൻറ്റു AC എന്ന് പറയുന്നത് volume of voids divided by total volume into volume of air divided by volume of voids is equal to volume of air divided by total volume is equal to NA.
സോ ഇവിടെ നമുക്കൊരു റിലേഷൻ ഉണ്ട്, അതായത് MA ഈക്വൽ ടു N ഇൻറ്റു AC. ഇതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, എയർ കണ്ടന്റ് ആൻഡ് പെർസെൻറ്റേജ് എയർ പോയിന്റ്സ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റിനെ നമ്മൾ സ്മോൾ w എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. ഇതിന്റെ ജസ്റ്റ് ഡെഫിനിഷൻ മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. വാട്ടർ കണ്ടന്റ് W ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ്. ഇനി നമ്മൾ ഓവൻ ഡ്രൈഡ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഫോർ ഓവൻ ഡ്രൈഡ് സോയിൽ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് 0 ആണ്. അല്ലാത്ത കേസിലൊക്കെ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പം ഇതാണ് വാട്ടർ കണ്ടന്റ്. ഇനി നമുക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. യൂണിറ്റ് വെയിറ്റ് ഈ യൂണിറ്റ് വെയിറ്റ് തന്നെ 4 ഡിഫറെന്റ് യൂണിറ്റ് വെയിറ്റ് ഉണ്ട്. ഒന്ന് bulk unit weight, രണ്ട് dry unit weight, മൂന്ന് saturated unit weight, നാല് സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. ബൾക്ക് യൂണിറ്റ് വെയിറ്റിനെ നമ്മൾ ഗാമ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡ്രൈ യൂണിറ്റ് വെയിറ്റിനെ ഗാമ ഡി, സാച്ചുറേറ്റഡ് ഗാമ സാറ്റ്, സബ്മർജ്ഡ് നമ്മൾ ഗാമ സബ് എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഗാമ ഡാഷ്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്താണെന്ന് നോക്കാം. യൂണിറ്റ് വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം അല്ലേ? അപ്പൊ 4 ഡിഫറെന്റ് കേസസിലെ മാസ് ബൈ വോളിയംസ്, അതായത് 4 ഡിഫറെന്റ് കേസസിലെ ഡെൻസിറ്റീസ് ആണ് ഈ 4 യൂണിറ്റ് വെയിറ്റ്സ് എന്ന് പറയുന്നത്. ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് സാധാരണ നോർമലി നമ്മളൊരു സോയിൽ എടുത്തിട്ട് അതിന്റെ ഡെൻസിറ്റി, അതിന്റെ വെയിറ്റ് ബൈ വോളിയം എടുക്കുകയാണെങ്കിൽ അതാണ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ, അതാണ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ്. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്താ? ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. ഗാമ ഡി. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൾക്ക് എന്താ, നമ്മൾ നോർമലി എടുത്ത ഈ സോയിലിനെ ഓവൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഡെൻസിറ്റി മെഷർ ചെയ്യുക. അതായത് അവിടെ വെയിറ്റ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? വെയിറ്റ് ഓഫ് സോളിഡ്സ് ആയിരിക്കും അല്ലേ? സോ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ. വെയിറ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് അല്ല, വെയിറ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ, അതായത് എന്റെ സോയിലിന്റെ വോളിയത്തിനെയാണ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. ഈ മൂന്ന് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയ സമയത്തുള്ള സോയിലിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സോയിൽ. അതായത് വെയിറ്റ് ഓഫ് സാച്ചുറേറ്റഡ് സോയിൽ divided by volume of soil. ഇനി ലാസ്റ്റ് ഏതാ? സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ്.
അടുത്തത് സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ. നമ്മള് വാട്ടർ ബോഡീസ് ഒക്കെ കൺസിഡർ ചെയ്യുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സീ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തുണ്ടാവും? ഒരു സീ ബെഡ് ലെവൽ ഉണ്ടാവും. ഇവിടെ സോയിൽ ഉണ്ടാവും, റൈറ്റ്? അപ്പൊ ഈ സോയിലിന്റെ ഡെൻസിറ്റി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സോയില് വെള്ളത്തിൽ സബ്മേർജ് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ സബ്മേർജ്ഡ് ഡെൻസിറ്റി വേണം അവിടെ കൺസിഡർ ചെയ്യാനായിട്ട്. സബ്മേർജ്ഡ് ഡെൻസിറ്റി നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ്? ഒരു സാധനത്തിനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനത്തിന്റെ ഈക്വൽ വോളിയം ഓഫ് വെള്ളം അത് ഡിസ്പ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ ബോയിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഞാൻ 1 മീറ്റർ ക്യൂബ് വോളിയം ഉള്ള സോയിലിനെ, നോർമൽ സോയിലിനെ ഞാൻ വെള്ളത്തിലേക്ക് ഇമേഴ്സ് ചെയ്യുകയാണ്. അപ്പൊ ആദ്യം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അതിലെ വോയിഡ്സ് എല്ലാം തന്നെ വെള്ളം വെച്ചിട്ട് ഫില്ലാവും. അപ്പൊ അതെന്തായി? സാച്ചുറേറ്റഡ് സോയിലായി. പിന്നെ അതിലെ വോയിഡ്സ് ഒന്നും ഫ്രീ ആയിട്ടില്ല വെള്ളം ഫില്ലാവാനായിട്ട്. പിന്നെ അത് സബ്മേർജ്ഡ് കണ്ടീഷനിലേക്ക് പോവാണ്. അപ്പൊ ഇതിന്റെ വോളിയം എത്ര? 1 മീറ്റർ ക്യൂബ് വോളിയം ഉള്ള സോയിലിനെ ഞാൻ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിന്റെ വോളിയം എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ് ആയിരിക്കും. 1 മീറ്റർ ക്യൂബ് വെള്ളത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ യൂണിറ്റ് വെയിറ്റ്, അതായത് ഗാമ ഡബ്ല്യു. ഇപ്പൊ ഞാൻ ഇത് വെള്ളമാണ്, ഇത് വെള്ളത്തിലേക്ക് ഞാൻ 1 മീറ്റർ ക്യൂബ് ഉള്ള സോയിലിനെ ഇങ്ങോട്ട് ഞാൻ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എനിക്ക് ഡിസ്പ്ലേസ് ചെയ്തത് എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഞാൻ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളം എടുത്തു. ഈ വെള്ളത്തിന്റെ വോളിയം എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ് ആയിരിക്കും. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിന്റെ യൂണിറ്റ് വെയിറ്റ് ആയ ഗാമ ഡബ്ല്യു ആയിരിക്കും. അതേപോലെ അപ്പം ഇതിന്റെ ബോയിങ് ഫോഴ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ആയ ഗാമ ഡബ്ല്യു ആയിരിക്കും. ഈ ഗാമ ഡബ്ല്യു ആണ് ഈ സോയിൽ ആക്ട് ചെയ്യുന്ന ബോയിങ് ഫോഴ്സ്. അപ്പൊ ഈ സോയിലിന്റെ വെയിറ്റ് താഴേക്ക്, ഗാമ സാറ്റ് താഴേക്ക് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നതാണ് ഗാമ ഡബ്ല്യു. അപ്പൊ ഗാമ സബ്മേർജ്ഡ് എന്ന് പറയുന്നത് ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു ആയിരിക്കും സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. ഇനി ഒരു ടേം കൂടെ ഉണ്ട്, അത് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ആണ്. അതായത് സോളിഡ്സിന്റെ മാത്രം ഡെൻസിറ്റി, അതാണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ്. അതിനെ ഗാമ എസ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഗാമ എസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ്. ഗാമ എസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, വെയിറ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. വെയിറ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയില് ഡ്രൈ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ അതവിടെ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ആണ്. വോളിയം ഓഫ് സോളിഡ്സ് ആണെങ്കിൽ അത് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ആണ്. ഇത് തമ്മിൽ മാറരുത്. ഇനി നമ്മള് ലാസ്റ്റ് പ്രിലിമിനറി ഡെഫിനിഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ബേസിക് പാരാമീറ്ററിലാണ് എത്തിയിരിക്കുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഇതിനെ നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്നും പറയും. അതായത് വെള്ളത്തിന്റെ ഡെൻസിറ്റിയുമായിട്ട് നമ്മളുടെ സോയിലിന്റെ ഡെൻസിറ്റിനെ കമ്പയർ ചെയ്യുന്നതിനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഓർ ഇതിനെ നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്നും വിളിക്കാറുണ്ട്. ഇനി ഈ റിലേറ്റീവ് ഡെൻസിറ്റിയും 2 ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ഒന്ന് നോർമൽ true relative density, that is denoted by G. This true relative density. രണ്ടാമത്തേത് apparent relative density അല്ലെങ്കിൽ GM. ട്രൂ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതായത് സോളിഡ് പാർട്ടിക്കിൾസിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് ആണ് ട്രൂ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ട്രൂ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പാരന്റ് റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സോയിലിന്റെ ബൾക്ക് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ.
അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. അപ്പം ഇത്രയുമാണ് നമ്മളുടെ സോയിൽ മെക്കാനിക്സിലെ ബേസിക് ആയിട്ടുള്ള 9 പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ബേസിക്സ് അറിയാമെങ്കിൽ മാത്രമേ ഇനിയുള്ള ഇക്വേഷൻസും റിലേഷൻസും നമുക്ക് ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു എങ്കിൽ പ്ലീസ് ടു ഷെയർ ദിസ് വീഡിയോ ടു ദം. Then thank you for watching me.